ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഗ്നൻ്റ് ആയോ ഇല്ലയോ എന്ന് സർവിക്സ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പലരും തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർ ഇത് പരീക്ഷിച്ചിട്ടുണ്ടാവും. സർവിക്സ് എന്ന് പറയുന്നത് മൗത്ത് ഓഫ് ദ യൂട്രസ് ആണ്. നമ്മുടെ യൂട്രസിന്റെയും അതുപോലെ നമ്മുടെ വജൈനയുടെയും ആ ഒരു മിഡിൽ പോർഷനിലാണ് ഈ ഒരു സർവിക്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ സർവിക്സ് ആണ് നമ്മുടെ യൂട്രസിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും, നിങ്ങൾ പീരിയഡ്സ് നടക്കുന്ന സമയത്ത് ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും. അതായത് ഇപ്പോൾ പറയുന്നത്, പീരിയഡ്സ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സർവിക്സ് കുറച്ചൊന്ന് അതിന്റെ പൊസിഷൻ കുറച്ചൊന്ന് താഴെ ആയിരിക്കും, അതുപോലെ സർവിക്സ് ഒന്ന് ഹാർഡ് ആയിരിക്കും. ഇനി ഓവുലേഷൻ നടക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷൻ കുറച്ച് ഹൈ ആയിരിക്കും, അതുപോലെ ഈ സർവിക്സ് എന്ന് പറയുന്നത് വളരെയധികം സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും തന്നെ സർവിക്സ് പരിശോധിച്ച് നോക്കാറുണ്ട്. ഈ സർവിക്സ് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ ആദ്യം തന്നെ നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് കഴുകും. വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന ഫോമിലോ അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മിഡിൽ ഫിംഗർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന പൊസിഷനിലോ നമ്മൾ ഇരുന്നിട്ടായിരിക്കും ഈ ഒരു സർവിക്സ് ചെക്ക് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നഖം മുഴുവൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിക്ക് വെച്ചിട്ടായിരിക്കും എല്ലാവരും തന്നെ സർവിക്സ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സർവിക്സ് ചെക്ക് ചെയ്യുന്നവര് മസ്റ്റായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി തന്നെയും അദ്ദേഹത്തിനും ഈ നമ്മുടെ ഒരു ഫീമെയിൽ അനാട്ടമി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ തന്നെ ആ ഒരു അനാട്ടമി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു മനുഷ്യനായിരിക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഹാർഡായിട്ടുള്ള സർവിക്സ് എന്താണ്, സോഫ്റ്റ് ആയിട്ടുള്ള സർവിക്സ് എന്താണെന്നുള്ളൊരു പരിജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഹാർഡായിട്ടുള്ള സർവിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മൂക്കിന്റെ അറ്റത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു കട്ടിപ്പ് ഒരു കന അവിടെ അനുഭവപ്പെടുന്നില്ലേ, ആ ഒരു സർവിക്സ് ആയിരിക്കും ഹാർഡായിട്ടുള്ള സർവിക്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെയധികം ഏർലി സ്റ്റേജിൽ തന്നെ ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ട്. ഇത് പ്രഗ്നൻസി ആയിരിക്കും പ്രഗ്നൻസി അല്ലായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് നോക്കി നിൽക്കും. പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സർവിക്സ് ഈ ഒരു രീതിക്ക് പരിശോധിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു മൂക്കിന്റെ അറ്റത്ത് എങ്ങനെയാണോ സർവിക്സ് ഉണ്ടാകുന്നത് അത് നമുക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂട്രസിന്റെ മൗത്താണ് സർവിക്സ് എന്ന് പറയുന്നത്. ഈ യൂട്രസിലാണ് നമ്മുടെ കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിരലുകൾ ഉപയോഗിച്ച് നമ്മുടെ വജൈനയുടെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഡസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ബാക്ടീരിയാസ് നമ്മളുടെ കൈകളിലുണ്ടാകും. നമ്മൾ ഓരോ സാധനങ്ങൾ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത സൂക്ഷ്മമായിട്ടുള്ള അണുക്കൾ സ്ഥിതി ചെയ്യുന്നുണ്ടാകും. ഇതിനൊക്കെ ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ വായിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപോ നമ്മൾ ആ ഒരു കൈ നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്താലും 100% നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ സർവിക്സിനകത്ത് വിരലിട്ട് നിങ്ങൾ പ്രഗ്നൻസി ആയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നോക്കുമ്പോഴേക്കും കൂടുതലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രഗ്നൻസി ആയിട്ടുണ്ട്, സർവിക്സ് ലോ ആണ് അല്ലെങ്കിൽ സർവിക്സ് ഹൈ ആണ്, അതുപോലെ സർവിക്സ് സോഫ്റ്റ് ആണ്, അപ്പോൾ പ്രഗ്നൻസി ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഒറ്റ തവണത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സർവിക്സിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫോറിൻ ഒബ്ജക്റ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ, അതായത് ഔട്ട്സൈഡിൽ നിന്നൊരു ഒബ്ജക്റ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് കടന്നു ചെല്ലുമ്പോഴേക്കും സെയിം നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രിവെന്റ് ചെയ്യാൻ പറയുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിംഗർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സർവിക്സ് ആയോ എന്ന് അറിയാനായിട്ട് ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും സർവിക്സ് വെച്ച് ഇങ്ങനെ കൈ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സർവിക്സിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഈ കോൺട്രാക്ഷൻസ് മൂലം നമ്മളുടെ ആ ഒരു ഉണ്ടായ പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോകുന്നതിന് ഇത് കാരണമാകുന്നു. ഉണ്ടായ പ്രഗ്നൻസി മിസ്കാരേജ് ആവുന്നത് നിങ്ങൾ പോലും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബ്ലീഡിങ് ഒപ്പത്തിനൊപ്പം വരുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ ആ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും
യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. കാരണം ആ സർവിക്സിൽ കൂടിയാണല്ലോ യൂട്രസിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു, കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഈ ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അബോർഷൻ അവിടെ സംഭവിച്ചിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിയുമ്പോൾ ആ ഡോക്ടർ നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ വജൈനയുടെ അകത്ത് ഫിംഗേഴ്സ് ഇട്ടിട്ടല്ല. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റും അതുപോലെ HCG പ്രഗ്നൻസി ടെസ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ആ ലക്ഷണങ്ങളെ നോക്കി നിങ്ങൾ കൺഫേം ചെയ്യാതെ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ കാണുമ്പോഴേക്കും ഒരുപാട് പേര് അത് ഓപ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മെയിലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. കുറേ അങ്ങോട്ട് ചെയ്ത് ഇൻസേർട്ട് നമ്മൾ ചെയ്ത് ഇതാണോ ഇതല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 to 6 ഇഞ്ചസ് എങ്കിലും ആ ഒരു വജൈനയിൽ നിന്ന് സർവിക്സിലോട്ട് ദൂരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ആ ഒരു 3 to 6 ഇഞ്ചസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് സർവിക്സിൻ്റെ അവിടെ വേദന ഉണ്ടാകും, നമുക്ക് വജൈനയുടെ അവിടെ പെയിൻ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ വജൈനയെയും അതുപോലെ തന്നെ നിങ്ങളുടെ സർവിക്സിനെയും അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ. ഒരു 3 to 6 ഇഞ്ചസ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ചിന്തിക്കാം. ഒരു നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ വജൈനയുടെ പൊസിഷൻ സർവിക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ആ ഹൈ പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഏകദേശം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ ഒരു വര എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിഡിൽ ഫിംഗറിൻ്റെ ആദ്യത്തെ ഒരു വര ചിലപ്പോൾ ഒരു 1 ഇഞ്ച് ഉണ്ടാകും. സെക്കൻഡ് ആ ഒരു വരയും ഒരു 2 ഇഞ്ച് ഉണ്ടാകും. തേർഡ് ആ ഒരു വരെയും 3 ഇഞ്ച് ഉണ്ടാകും. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയുടെ സർവിക്സ് എന്ന് പറയുന്നത് ഈ 3 ഇഞ്ചിനെയും അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഏകദേശം ഒരു 6 ഇഞ്ചസോളം ഉയരത്തിൽ അത് സ്ഥിതി ചെയ്യാം. അങ്ങനെയുള്ളൊരു പൊസിഷനിലോട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നിങ്ങളത് ചെയ്ത് നോക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാട്ടോ. ഒരിക്കലും നിങ്ങൾ ആ ഒരു മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യരുത്. ആരെയും ദ്രോഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയും നെഗറ്റീവായി കാണിച്ചുകൊണ്ടോ ഉള്ളൊരു വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം പാസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലക്ഷണങ്ങളും കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾ പീരിയഡ്സ് മിസ്സാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പീരിയഡ്സ് മിസ്സായതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക. അതിനുശേഷം ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലോട്ട് നിങ്ങൾ ആ യൂറിൻ ഡ്രോപ്സ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം നിങ്ങൾ ആ ഒരു യൂറിൻ തിക്കായിട്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ കുറച്ചൊന്ന് യൂറിനേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം, ഭൂരിഭാഗം അല്ല കേട്ടോ, ജസ്റ്റ് ഒരു 2-3 തുള്ളി നമുക്ക് പോകുന്നത് പോലെ നിങ്ങളൊന്ന് യൂറിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 100% കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാകും. കുറച്ച് എക്സ്പെൻസീവ് ആണ് HCG ബ്ലഡ് ടെസ്റ്റ്. UPT അപേക്ഷിച്ച് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ദെൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ നടക്കുന്നുണ്ട്. 11 o'clock ശേഷം, അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഏത് സമയത്താണ് ലൈവ് വരുന്നതെന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താം കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.